ഞാൻ ഇന്നിവിടെ പറയുന്നത് രവീന്ദ്രൻ മഹർഷിയുടെ അകലങ്ങളിലുള്ള മനുഷ്യർ എന്ന കഥയിലെ ഭോഗസ്ത്രീകൾ എന്നൊരു ഭാഗമാണ്. കലാവന്തലു എന്ന തെലുങ്ക് പദത്തിനർത്ഥം കലാഹൃദയരെന്നാണ്. പരമ്പരാഗതമായി വേശ്യാവൃത്തി സ്വീകരിച്ചിരുന്ന ഭോഗസമുദായത്തിൻ്റെ ഒരു അലങ്കാര സംജ്ഞയാണ് പക്ഷേ ഈ വാക്ക് പൊതുവെ ആന്ധ്രയിൽ മനസ്സിലാക്കപ്പെടുന്നത് അത് നിരർത്ഥകമല്ല. നാഗരിക സമ്പ്രദായങ്ങൾ കുലത്തൊഴിലിനെ വെറും ക്രിയ രീതികളിൽ അധംപതിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഐശ്വര്യവൃത്തമായ ഒരു പാരമ്പര്യത്തിൻ്റെ നാട്യസംഗീത സ്മൃതികൾ ഭോഗ കുടുംബങ്ങളിലൂടെ സ്ത്രീകൾ പരീക്ഷിച്ചു വരുന്നു. കിഴക്കും പടിഞ്ഞാറും ഗോദാവരി ജില്ലകളിലും കൃഷ്ണ ജില്ലയിലും കലാവന്തു സംഘങ്ങളും മേജുവാണി അഥവാ ഭോഗമേളം എന്നറിയപ്പെടുന്ന അവരുടെ നൃത്ത സംഗീത പ്രകടനങ്ങളും ഇന്ന് അപൂർവമല്ല. ഏതാനും പതിറ്റാണ്ടുകൾ മുമ്പ് വരെ ആന്ധ്രയിലെ തീരദേശങ്ങളിലെ സാമാന്യം സമ്പന്നമായിരുന്ന എല്ലാ ദേവാലയങ്ങൾക്കും അതിൻ്റെ പരിസരങ്ങളിൽ വസിച്ചിരുന്ന ഭോഗ സമൂഹങ്ങളുണ്ടായിരുന്നു. ദേവാലയങ്ങൾക്ക് അവർ പരിരക്ഷണം നൽകി. അമ്പലനടയിൽ ആടുകയും പാടുകയുമായിരുന്നു അവരുടെ മുഖ്യ തൊഴിൽ. എങ്കിലും പുരോഹിതന്മാർക്കും തീർത്ഥാടകർക്കും തന്നെയും അവർ അഭികാമികളായിരുന്നു. ദേവാലയങ്ങളുടെ പരിരക്ഷണത്തിന് പുറത്ത് ജമീന്ദാർമാരും ഉണ്ടായിരുന്നു. ദൈവമന്ദിരങ്ങളും സമ്പന്ന വ്യക്തികളുമായുള്ള ബന്ധവും ഉയർന്ന ജീവിത രീതിയും കലാശാരദത്വവും സമൂഹത്തിൽ അവർക്ക് പ്രത്യേക പദവികൾ നൽകി. ദേവാലയങ്ങൾ ദരിദ്രമായതോടുകൂടി ഭോഗകുടുംബങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങി. ദേവദാസി വ്യവസ്ഥയെ നിയമം നിഷേധിച്ചത് ഈ അധോഗതിക്ക് ആക്കം വർദ്ധിച്ചു. പഴയ അനുവദനീയമായ മനോഭാവത്തിനും മങ്ങലേറ്റു. ഒരിക്കൽ മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിൻ്റെ ഗതികൾ നിർണയിച്ചിരുന്ന ഈ സ്ത്രീകൾ ഇന്ന് അതിവേഗം സാധാരണ വേശ്യകളായി പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗോദാവരി ജില്ലയിലെ ബദാപുരം, കാക്കിനാട് രാജമുറി, മുറമുണ്ട, രാമചന്ദ്രപുരം, ദൃശ, പസലഗരി, രാങ്കൂലി, ആറ്റിലി എന്നീ പ്രദേശങ്ങളിലും കൃഷ്ണ, വിശാഖപട്ടണങ്ങൾ ജില്ലകളുമായ എന്നിവിടങ്ങളിലുമാണ് ഭോഗ കുടുംബങ്ങൾ ഇപ്പോൾ കൂട്ടമായി താമസിക്കുന്നത്. ദേവാലയങ്ങളിൽ ഒരു രാത്രിയുടെ ആതിഥ്യത്തിന് 100 രൂപ മുതൽ 500 രൂപ വരെ അവർക്ക് ലഭിക്കുന്നു. ആതിഥേയരുടെ യൗവനത്തെയും പ്രായത്തെയും അടിസ്ഥാനപ്പെടുത്തി വരുമാനത്തിൻ്റെ തോതുകൾ ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കാനെത്തുന്ന സന്ദർശകരിൽ നിന്നും 1 മണിക്കൂറിന് 20 രൂപ മുതൽ 100 വരെ അവർ പ്രതീക്ഷിക്കുന്നു. 4ഉം 5ഉം സന്ദർശകരെ സ്വീകരിച്ചിട്ടും ദിവസത്തിൽ 50 രൂപ പോലും വരുമാനമില്ലാത്ത ഗൃഹങ്ങളുമുണ്ട്. ഭോഗമേളമാണ് ഭോഗകുടുംബങ്ങളുടെ മറ്റൊരു വരുമാന മാർഗം. ധനിക ഗൃഹങ്ങളിലും ആഘോഷ അവസരങ്ങളിലും നൃത്തസംഗീത പ്രകടനങ്ങൾക്കുമായി അവർ ക്ഷണിക്കപ്പെടുന്നു. ആഘോഷ അവസരങ്ങളിലെ ഭോഗമേളം ആന്ധ്ര ഗ്രാമങ്ങളിൽ ഒരു ആഭിജാത്യ പ്രദർശനമാണ്. ഇത്തരമൊരു പ്രകടനത്തിന് 800 രൂപ മുതൽ 1500 രൂപ വരെ കലാവന്തലു സംഘം ഈടാക്കുന്നു. കലാവന്തലു സമൂഹം ഏതെങ്കിലും ഒരു വിദഗ്ധരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മേളം നൃത്തനാടകങ്ങളും സംഗീത കച്ചേരികളും ഉൾക്കൊള്ളുന്നു. ചമഞ്ഞൊരുങ്ങുന്നതിലും അവർ സമർത്ഥകളാണ്. ഒരു സാധാരണ ഭോഗ സ്ത്രീ നൃത്തവും സംഗീതവും അഭ്യസിച്ചിരിക്കും. അധികൃതരുടെ ശ്രദ്ധ ചെന്നെത്താത്ത ദൂരഗ്രാമങ്ങളിലേക്കാണ് അവർ കുടിയേറിയിരിക്കുന്നത്. ചില കുടുംബങ്ങൾ പഴയ പ്രദേശങ്ങളിൽ തന്നെ തങ്ങുവാൻ സാമ്പത്തിക കാരണങ്ങളാൽ നിർബന്ധിതരാണ്. അത്തരം വീടുകൾ രഹസ്യമായി തങ്ങളുടെ തൊഴിൽ തുടരുവാൻ ശ്രമിക്കുന്നു. അവ അതിവേഗം സാധാരണ നിലയിൽ വനിതകൾക്കും തങ്ങളുടെ വസതികളെ അതികളെ സ്വീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം. ഞങ്ങളിൽ നിന്ന് ഏതൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തി വിഭവസമൃദ്ധമായ ഉച്ചയൂണും ബദാപുരത്തെ സരസ്വതിയും ഇന്ന് രാത്രി താമസിച്ചു പോയാൽ മതിയെന്ന് വശ്യമായി ക്ഷണിച്ച സാമുത്രിയും മണിക്കൂറുകളോളം ഞങ്ങൾക്ക് വേണ്ടി പാടിയ മുറുണ്ടയിലെ മധ്യവയസ്സുകളും ചുവന്ന തെരുവുകളിൽ കണ്ടുമുട്ടുന്ന ഗാർവാലികളെ പോലെ മാറിയെന്നു വരാം.
മറ്റൊരു രീതിയിലുള്ള പുനരധിവാസത്തിൻ്റെ സാധ്യതകൾ ഈ സമുദായത്തെ സംബന്ധിച്ച് മ്ലാനമാണ്. ഒരു ഭോഗ കുടുംബത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഭോഗ കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും, നമ്മൾ പലരും എപ്പോഴും അറിയപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഒരു അഴകുള്ള ഒരു സ്ത്രീകളാണവർ, ഭോഗ സ്ത്രീകൾ. കലാവന്തൂർ നാട്ടിലുള്ള ആ സ്ത്രീകൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ വേശ്യാവൃത്തിക്ക് ഇറങ്ങുന്നത്. ഒരു പ്രത്യേക ഒരു സമുദായമാണത് കലാവന്തൂർ. ഇന്ന് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും അതൊരു ഉപദ്രവമാകില്ല എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു.